ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട കേന്ദ്ര ബജറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ച, ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് സന്നിഹിതരായിട്ടുള്ള ഇതിന്റെ സംഘാടകൻ കൂടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ വി രാജേഷ്, ഇവിടെ വിവിധ മേഖലകളിൽ കുറിച്ച് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളും ആശയങ്ങളും അവയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി സന്നിഹിതരായിട്ടുള്ള ശ്രീ ബിജോയ് പി പുലിപ്ര, ശ്രീമതി ഡോക്ടർ ശ്രീദേവി, ശ്രീ ശിവരാമകൃഷ്ണൻ ഗണേശ് അയ്യർ, ശ്രീ ചാക്കോ പോൾ, ഡോക്ടർ സി വി ജയമണി, ഇവിടെ സ്വാഗതം ആശംസിച്ച ജില്ലാ ഉപാധ്യക്ഷ ശ്രീമതി ആർ സി ബീന, ശ്രീ തിരുവനന്തപുരം മണ്ഡലം പ്രസിഡന്റ് ശ്രീ ആർ ഹരികൃഷ്ണൻ, ഈ സായാഹ്നത്തിൽ ഈ ചർച്ചയിൽ സംബന്ധിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള തിരുവനന്തപുരത്തെ ഈ വിഷയത്തോട് താല്പര്യമുള്ള പ്രമുഖരായിട്ടുള്ള നിരവധി വ്യക്തികൾ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ, കൌൺസിലർമാർ, എല്ലാവർക്കും, മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും നമസ്കാരം. ഈ ബജറ്റ് ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊക്കെ അവതരിപ്പിക്കപ്പെട്ട ബജറ്റുകളുമായിട്ട് താരതമ്യം ചെയ്താൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാക്കിയിട്ടുള്ള ബജറ്റാണ്. സാധാരണ ബജറ്റ് വരുമ്പോ ബജറ്റിനോട് പ്രതിപക്ഷം നിഷേധാത്മകമായിട്ട് അല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കും, ഭരണപക്ഷവും ഭരണപക്ഷത്തോട് താല്പര്യമുള്ളവരും അതിനെ അനുകൂലിക്കും. അതെല്ലായ്പ്പോഴും നമ്മൾ കാണുന്നതാണ്. പക്ഷെ ഈ ബജറ്റ് രാജ്യത്തുടനീളം, ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ ഉൾപ്പെടെ ഇന്ത്യയെ ഒരു പുതിയ യുഗത്തിലേക്ക് നയിക്കുന്ന ബജറ്റാണ് എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുള്ള ഒരു ബജറ്റാണ്. പലരും അതിനെ വിശേഷിപ്പിച്ചത് ദ ബജറ്റ് ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ ബജറ്റ് എന്നാണ്. ചിലരൊക്കെ പറഞ്ഞത് ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബജറ്റാണ് എന്ന് പറഞ്ഞാൽ ഒരു ദീർഘവീക്ഷണത്തോടുകൂടി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ബജറ്റാണ്. ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ മാറ്റം, ആ മാറ്റത്തെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഈ ബജറ്റിന്റെ അവതരണം പോലും നടന്നത്. അതിന്റെ ഉള്ളടക്കം മാത്രമല്ല, ഉള്ളടക്കം സ്വാഭാവികമായിട്ടും ഈ ബജറ്റ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഒരു നോളജ് എക്കോണമിയിലേക്കുള്ള ഇന്ത്യയുടെ മാറ്റം, ജ്ഞാനസമ്പദ് വ്യവസ്ഥയിലേക്കുള്ള മാറ്റം, ആ മാറ്റം സൂചിപ്പിക്കുന്ന ഒരു ബജറ്റാണ്. അതുമാത്രമല്ല, ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ബജറ്റിനെ കുറിച്ച് പറയുമ്പോൾ, ഈ ബജറ്റിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ട്രാൻസിഷൻ ടു എ ഡിജിറ്റൽ എക്കോണമി, ഡിജിറ്റലി എംപവേർഡ് സൊസൈറ്റി, അങ്ങനെയുള്ള ഒരു വിവര സാങ്കേതിക അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയാൽ സാങ്കേതികമായി ശാക്തീകരിക്കപ്പെട്ട ഒരു സമൂഹം, അങ്ങനെ ഒരു സമൂഹമായിട്ട് ഇന്ത്യ മാറുന്നതിന്റെ സൂചനയായിട്ട് ഈ ബജറ്റിനെ കാണുന്നവരുണ്ട്. അത് ബജറ്റിന്റെ അവതരണ രീതിയിൽ നമ്മൾ കണ്ടു. സാധാരണ പേപ്പർ നോക്കി കടലാസ് മറിച്ച് ഇത്ര പേജ് ഇത്ര മറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പത്രങ്ങളടക്കം എഴുതാറുണ്ട്. ഈ തവണ നമ്മുടെ ധനകാര്യമന്ത്രി വന്നത് ഒരു ടാബ്ലറ്റുമായിട്ടാണ്. ടാബ് അപ്പൊ ഇന്ത്യ കൈവരിച്ചിരിക്കുന്ന നേട്ടത്തിന്റെ പ്രതീകമാണ്. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെട്ട ടാബ്. ആ ടാബിൽ നിന്നാണ് ധനകാര്യമന്ത്രി ഏതാണ്ട് 1 മണിക്കൂർ 50 മിനിറ്റ് നീണ്ടുനിന്ന ബജറ്റ് പ്രസംഗം പൂർണ്ണമായിട്ടും അവതരിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് ഉള്ളടക്കത്തെ കുറിച്ച് മാത്രമല്ല, അവതരണ രീതിയിലടക്കം വലിയ മാറ്റം, ആ മാറ്റം ഈ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. ഈ ബജറ്റിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പലതരം തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. 6 അടിസ്ഥാന ആശയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ആണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്ന് ധനകാര്യമന്ത്രി തന്നെ സൂചിപ്പിച്ചു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ
2021 വർഷത്തേക്ക് അവതരിപ്പിച്ച ബജറ്റിന്റെ $5 ട്രില്യൺ എക്കോണമി അങ്ങനെയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ ബജറ്റിൽ ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. അവിടെ നിന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോ സാഹചര്യങ്ങളിൽ വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. കാരണം കോവിഡിന്റെ ഒരു മഹാമാരി, ആ മഹാമാരിയിലൂടെ കടന്നുപോയ ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. ആ മഹാമാരിയെ ഇന്ത്യ ഫലപ്രദമായിട്ട് ചെറുത്തതിന്റെ മാത്രമല്ല അതിനെ മറികടന്നതിന്റെ കൂടി അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് $5 ട്രില്യൺ എക്കോണമി എന്നുള്ള ആശയം, ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാതെ ആ ഒരു വർഷക്കാലത്തെ $5 ട്രില്യൺ എക്കോണമിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവതരിപ്പിച്ച കഴിഞ്ഞ ബജറ്റിന് ശേഷമുണ്ടായ നമ്മുടെ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അതിനെ മറികടക്കാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഏതാണ്ട് 4-5 മിനി ബജറ്റുകൾ, ആ മിനി ബജറ്റുകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ ബജറ്റ് അവതരണം നടന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പുഷ്, ഒരു ഊന്നൽ, ആ ഊന്നൽ ഈ ബജറ്റിൽ നമുക്ക് കാണാം. 137% വർധനവ്. മാത്രമല്ല ഏറ്റവും താഴെ തട്ടിൽ തുടങ്ങി ഏറ്റവും മുകളിലേക്ക് പോകുന്ന തരത്തിൽ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലുകൾ വരെ ഉള്ള ഒരു ആരോഗ്യ സുരക്ഷാ സംവിധാനം. ആ സംവിധാനം നമ്മുടെ ഓരോ ബ്ലോക്കുകളിലും ഉൾപ്പെടെ ഏർപ്പെടുത്താൻ, അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബജറ്റ്. അതോടൊപ്പം കാർഷിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ബജറ്റ്, പശ്ചാത്തല വികസനത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ബജറ്റ്. കാർഷിക മേഖലയുടെ പ്രാധാന്യം പറയുമ്പോൾ ഞാൻ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ കാർഷിക മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ, കാർഷിക മേഖലയിലും തൊഴിൽ മേഖലയിലുമാണ് ഈ കോവിഡിന്റെ ഈ കാലഘട്ടത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള പരിഷ്കാരങ്ങൾ നടന്നത്. പക്ഷെ ആ കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള പരിഷ്കാരങ്ങളെ ചൊല്ലി നടക്കുന്ന കോലാഹലങ്ങൾ, അതും നമുക്കെല്ലാവർക്കും അറിയാം. ആ കോലാഹലങ്ങൾ, ഞാൻ അവിടെ അതിനെക്കുറിച്ച് പറയാൻ ചില കാര്യങ്ങളുണ്ട്, ഞാൻ അവിടെ തൽക്കാലം നിർത്തുകയാണ്. പക്ഷെ ആ കോലാഹലങ്ങൾ ഒരു വശത്ത് നിർത്തിക്കൊണ്ട് തന്നെ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സെസ് 12% നിന്ന് എക്സൈസ് ഡ്യൂട്ടി 7% കുറയ്ക്കുകയും അതിന്റെ മുകളിൽ 3% അഗ്രികൾച്ചറൽ സെസ്, അതായത് കേന്ദ്ര സർക്കാരിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് ഈ കിട്ടുന്ന പണം പോകാതെ കാർഷിക വികസനത്തിന് വേണ്ടി തന്നെയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ, അതിന് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക സമാഹരണം, ആ സാമ്പത്തിക സമാഹരണത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ശ്രമം, ആ ശ്രമം നമ്മൾ ഈ ബജറ്റിൽ കണ്ടു. പശ്ചാത്തല വികസനത്തിന് വേണ്ടിയിട്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യമാണ് 65,000 കോടി രൂപയുടെ ദേശീയ പാത വികസനം. രാജ്യവ്യാപകമായിട്ട് പശ്ചാത്തല വികസനം റോഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, 2030 വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു റെയിൽ പ്ലാൻ, 2050 നമ്മുടെ രാജ്യത്തെ സാഹചര്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ കേറ്റർ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ആവശ്യമായിട്ടുള്ള റെയിൽവേ വികസനം 2030 ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ഒരു പദ്ധതി. ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങൾ. അതേസമയത്ത് ഇതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോഴും മനുഷ്യ വിഭവശേഷി എന്ന വാക്കിലൂടെ നമ്മൾ ഇത്രയും കാലം പറഞ്ഞിരുന്ന വിദ്യാഭ്യാസ മേഖല, ഗവേഷണ മേഖല, ഈ മേഖലകളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ
ചെറുപ്പക്കാർക്ക് പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ സ്റ്റാർട്ടപ്പുകൾക്കും സ്കിൽ ഡെവലപ്മെന്റിനും നൽകിയിട്ടുള്ള പ്രാധാന്യം, ഇങ്ങനെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് ആ മേഖലകളിലൊക്കെ ഇന്ത്യയുടെ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് സഹായകരമാകുന്ന തരത്തിലുള്ള ഒരു ബജറ്റ്, അങ്ങനെ ഒരു ബജറ്റ് ആണ് ശ്രീമതി നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ കഴിഞ്ഞ ബജറ്റിലൂടെ നമ്മുടെ മുന്നിൽ വെച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാർഷിക മേഖലയിലെ കോലാഹലങ്ങളെ കുറിച്ച്, ആ കോലാഹലങ്ങൾ ഇപ്പോ കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് മാറി ഈ രാജ്യത്തെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയായിട്ട് മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അന്താരാഷ്ട്ര ഗൂഢാലോചനയായിട്ട് മാറിയതാണോ, അതോ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഈ കാർഷിക സമരങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് നീക്കങ്ങൾ നടക്കുന്നതാണോ എന്നുള്ളതിനെ കുറിച്ച് തർക്കമുണ്ടാവാം. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് കർഷകരുടെ പ്രശ്നങ്ങളുടെ പേരിലല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം കഴിഞ്ഞ ദിവസം മിനിയാന്ന് രാജ്യസഭയിൽ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശ്രീ നരേന്ദ്ര സിംഗ് തോമർ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പ്രതിപക്ഷം പറഞ്ഞു, ഈ കറുത്ത നിയമങ്ങൾ, കരി നിയമങ്ങൾ മാറ്റണം, ബ്ലാക്ക് ലോസ് എന്ന് അത് പിൻവലിക്കണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അദ്ദേഹം ചോദിച്ചത്, ഇതിൽ എന്താണ് കറുത്തതായിട്ടുള്ളത് എന്ന് പറയാൻ ഇന്ന് വരെ ആർക്കും സാധിച്ചിട്ടില്ല. കാരണം നിലവിലുള്ള ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ പിൻവലിക്കാൻ ഈ നിയമങ്ങളിൽ ഒരു വ്യവസ്ഥയില്ല. പുതിയ ചില കാര്യങ്ങൾ അതിന്റെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇത്രയും കാലം പ്രാദേശിക കാർഷിക വിപണികളിൽ മാത്രം വിറ്റഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന കർഷകന് ആ പ്രാദേശിക കാർഷിക വിപണികളോടൊപ്പം സ്വതന്ത്ര മാർക്കറ്റിൽ കൂടി വിൽക്കാൻ സാഹചര്യമുണ്ടാകുന്ന ഒരു സ്ഥിതി. നമ്മൾ കോവിഡ് കാലത്തെ സ്ഥിതി നോക്കിയാൽ നമ്മുടെ ഫലവർഗ്ഗങ്ങൾ, പഴങ്ങൾ, ആ പഴങ്ങൾ പ്രാദേശിക തലത്തിൽ മാത്രമേ ഇത്രയും കാലം വിറ്റഴിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നുള്ളൂ. കാരണം കോൾഡ് സ്റ്റോറേജുകളില്ല, കൂടുതൽ ദൂരത്തേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളില്ല. പക്ഷേ കോവിഡ് കാലത്ത് 100 കിസാൻ റെയിൽ എന്ന് പറയുമ്പോൾ കിസാൻ ട്രെയിൻ അത് സർക്കാർ നടപ്പിലാക്കി, പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താ 100 കിസാൻ ട്രെയിൻ എന്ന് പറഞ്ഞാൽ? സാധാരണ ട്രെയിൻ അല്ല, അത് മൊബൈൽ കോൾഡ് സ്റ്റോറേജ് ആണ്. ഇവിടെ നിന്ന് നമ്മുടെ നെന്മാറയിലെ കർഷകർ അവര് മാമ്പഴം ഡൽഹിയിൽ കൊണ്ടുപോയി വിൽക്കാറുണ്ടായിരുന്നു പണ്ട്. അവർക്ക് ധാരാളം തടസ്സങ്ങൾ നേരിട്ടു എന്ന് എന്നോട് അക്കാലത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം അതിന് ഈ കാർഷിക വിപണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങൾ കാരണം. പക്ഷെ ഇന്ന് ഇവിടെ നിന്ന് അയക്കുന്ന, കേരളത്തിലെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് അയക്കുന്ന നമ്മുടെ വാഴപ്പഴമാണെങ്കിലും നമ്മുടെ കൈതച്ചക്കയാണെങ്കിലും നമ്മുടെ മാമ്പഴമാണെങ്കിലും ഇതെല്ലാം കോൾഡ് സ്റ്റോറേജ് ആയിട്ട് മാറ്റിയിട്ടുള്ള തീവണ്ടികളിലൂടെ 2-3 ദിവസം എടുത്ത് ഡൽഹി വരെ എത്തിക്കാൻ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു സാധാരണ കർഷകൻ പ്രാദേശിക തലത്തിൽ വിൽക്കാൻ നിർബന്ധം പിടിക്കുമോ, അതോ അവന് കൂടുതൽ വില കിട്ടുന്ന സ്ഥലത്ത് വിൽക്കുമോ? ഇതിനെ കർഷകന് താല്പര്യമുള്ള ആരെങ്കിലും എതിർക്കും. അപ്പൊ ഈ എതിർപ്പ് കർഷകനോടുള്ള താല്പര്യമല്ല, പകരം ഇതൊരു അന്താരാഷ്ട്ര തലത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളതിനുള്ള ധാരാളം തെളിവുകൾ പുറത്തു വന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഈ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രവർത്തക എന്ന് പറഞ്ഞിട്ട് പുറത്തുവിട്ടിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായം, ആ അഭിപ്രായം അവരുടെ മാത്രം അഭിപ്രായമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അവര് അബദ്ധത്തിൽ ട്വിറ്ററിൽ അവര് ഷെയർ ചെയ്തത് ഇതിനെ എതിർക്കേണ്ട ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ പ്രചരണ സാമഗ്രികൾ. എന്നിട്ട് ആ പ്രചരണ സാമഗ്രി ഉപയോഗിച്ചത് കേരളത്തിലെ മഹിളാ കോൺഗ്രസുകാർ അടക്കം എടുത്തിട്ട് അത് ഉപയോഗിച്ചു. എന്താണെന്ന് അറിഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ തകർക്കാനും അസ്ഥിരപ്പെടുത്താനുമുള്ള നീക്കങ്ങൾ
ആ നീക്കങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കർഷക സമരത്തെ ദുരുപയോഗപ്പെടുത്തുന്ന പ്രതിപക്ഷം, അതാണ് പ്രതിപക്ഷം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കോൺഗ്രസ് നേതാക്കന്മാരും ബാക്കിയുള്ള ആളുകളും ഒക്കെ അതിന് പിന്തുണ നൽകുന്നു. പക്ഷെ അതേ സമയത്ത് കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കും പശ്ചാത്തല വികസനത്തിനും സഹായകരമായിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ കേന്ദ്ര സർക്കാർ ഈ ബജറ്റിലൂടെ നടപ്പിലാക്കുകയാണ്. ഞാൻ ഈ ബജറ്റിന്റെ വിവിധ വകുപ്പ് തിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് സമയമില്ല. കാരണം ഇവിടെ വിദഗ്ധരായിട്ടുള്ള നിരവധി ആളുകൾ, അവരവരുടെ മേഖലയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന്റെ പൊതുവായിട്ടുള്ള എല്ലാ മേഖലയെക്കുറിച്ചും വകുപ്പ് തിരിച്ച് സംസാരിക്കാൻ ഞാൻ മുതിരുന്നില്ല. ഞാൻ ഒരൊറ്റ കാര്യമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതായത് കേരളത്തില് ഇതിനെതിരായിട്ട് വരുന്ന വിമർശനം, കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നു. ഇത് പറയുമ്പോ പലപ്പോഴും ഈ ബജറ്റിനെ അനുകൂലിക്കുന്നവർക്ക് പോലും ഒരു ചെറിയൊരു ഡിഫെൻസീവിലാണ് സംസാരിക്കുന്നത്. ശരിയാണ്, ഈ ബജറ്റിനെ അനുകൂലിക്കുന്നു, പക്ഷെ അത് വേണ്ടല്ലോ, അത് ശരിയല്ല. കാരണം കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, കേരളത്തെ ഇപ്പോഴും ഈ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോഴും ഈ സ്റ്റാലിനിസ്റ്റ് യുഗത്തിലാണ് ജീവിക്കുന്നത്. സ്റ്റാലിനിസ്റ്റ് യുഗത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ മുന്നോട്ട് പോയി. പക്ഷെ അതേ സ്റ്റാലിനിസ്റ്റ് യുഗത്തിൽ ഇന്ത്യയിലെ ജനസമൂഹത്തെ തളച്ചിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശ്രമിക്കുന്നത്. ആ ശ്രമം മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നില്ല, അതിന് വലിയ സ്വാധീനമൊന്നുമില്ല. കാരണം ഒന്ന്, ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോ ഇല്ലാതായി, ത്രിപുരയിലും ഇല്ലാതായി. ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള പേരിൽ നിലനിൽക്കുന്നത് കേരളത്തിലാണ്. അതുകൊണ്ട് കേരളത്തിൽ അവരുടെ സ്ഥാപനങ്ങളിലൂടെ ഈ ഒരു ധാരണ, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ആശയം, ഈ ആശയത്തിൽ കേരളത്തിലെ ജനങ്ങളെ തളച്ചിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഒരു പരിധിവരെ അവർ നടത്തുന്നു, അവർ വിജയിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഇന്നത്തെ സാഹചര്യത്തിൽ പ്രസക്തമല്ല എന്നൊക്കെ പറഞ്ഞതിനെ ഇന്ന് അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വ്യാഖ്യാനിച്ചതെന്ന് വെച്ചാൽ, അമൂർത്തമായിട്ടുള്ള കാര്യങ്ങൾ മൂർത്തമായിട്ടുള്ള തലത്തിലേക്ക് വരുമ്പോ അത് അമൂർത്തമായിട്ടുള്ള അതേ രീതിയിൽ മൂർത്തമായിട്ടുള്ള തലത്തിലേക്ക് വരില്ല എന്നൊക്കെയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ സാധാരണക്കാരന് കാര്യം എന്താണെന്ന് മനസ്സിലാവും. എന്നോട് ചില ആൾക്കാർ പറഞ്ഞത്, ഇന്നലെ പറഞ്ഞതിനെ ഇന്ന് വിശദീകരിച്ചത് കേട്ടപ്പോ ഇന്നലെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കൺഫ്യൂഷനാണ് ഇന്ന് വന്നതെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, കമ്മ്യൂണിസം എന്നുള്ളത് കാലഹരണപ്പെട്ടു എന്നാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. കമ്മ്യൂണിസം കാലഹരണപ്പെട്ടു എന്നാണ് ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള നേതാവ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത്. അത് അങ്ങനെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ആൾക്കാർ അദ്ദേഹത്തെ പിന്നെ മീറ്റിംഗിലും അവിടെ ആ സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഓടിച്ചത്. അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം അതിങ്ങനെ പൊതിഞ്ഞു പറഞ്ഞു, വൈരുദ്ധ്യാത്മക ഭൗതികവാദം, മതവും വിശ്വാസവും ഒക്കെ രൂഢമൂലമായിട്ടുള്ള ഒരു രാജ്യത്ത് അത് അത്ര പെട്ടെന്ന് നടപ്പിലാവില്ല. ഇതാണ് പറഞ്ഞത്. ഞാൻ ഈ പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് മതവും വിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സാമ്പത്തിക മേഖലയിലും ഈ പറഞ്ഞ ആശയങ്ങൾ പ്രാവർത്തികമാകില്ല എന്നുകൂടി പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമാകും. കാരണം സാമ്പത്തിക മേഖലയിൽ എന്താ സ്ഥിതി? കമ്മ്യൂണിസം എന്നുള്ള ആശയം എല്ലാം അതായത് സ്റ്റേറ്റ് ഓൺഡ്, രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഉടമസ്ഥതയിലായിരിക്കണം എല്ലാം. ഇതാണ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ അടിസ്ഥാനം. സ്വകാര്യ സമ്പത്തിന് അല്ലെങ്കിൽ സ്വകാര്യ സ്വത്ത് എന്നുള്ള ആശയത്തിന് ഒരു പ്രസക്തിയുമില്ല. ഇതാണ് അദ്ദേഹം കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനം. എന്താ ഇപ്പോഴത്തെ സ്ഥിതി? ഈ കമ്മ്യൂണിസം നിലവിലുണ്ടായിരുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിൽ
സ്വകാര്യ സ്വത്തവകാശത്തിന്റെ സ്ഥിതി എന്താ? എന്താ USSRലെ സ്ഥിതി? USSRൽ ഈ ആശയത്തിന് വിരുദ്ധമായിട്ട് സ്വകാര്യ സ്വത്തവകാശം എന്നുള്ള ആശയം അഥവാ സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസ്, നമ്മൾ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് എന്ന് പറയുന്നതിന് ചൈനയിൽ ഉപയോഗിക്കുന്ന വാക്ക് SOE എന്നാണ്, സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസ്. ഈ സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസ്, ഭരണകൂടത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം എന്നുള്ള ആശയം, ആ ആശയം ആദ്യമായിട്ട് അതിനെതിരായിട്ടുള്ള ഒരു അഭിപ്രായം വന്നതാണ് USSRൽ പെരിസ്ട്രോയിക്കയുടെയും ഗ്ലാസ്നോസ്റ്റിന്റെയും ഫലമായിട്ടുണ്ടായത്. ആ പെരിസ്ട്രോയിക്കയിൽ പൊളിച്ചെഴുതൽ നടന്നു. ആ പൊളിച്ചെഴുതലിന്റെ ഭാഗമായിട്ട് സ്വകാര്യ സ്വത്തവകാശം എന്നുള്ള ആശയം, ആ ആശയം അവതരിപ്പിക്കപ്പെട്ടു. അതിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ആശയം മുന്നോട്ട് വന്നു. സർക്കാർ ഉടമസ്ഥതയിലായിരിക്കണം എല്ലാ സ്ഥാപനങ്ങളും എന്നുള്ള ആശയം, ആ ആശയം USSR ഒറ്റയടിക്ക് തള്ളിക്കളഞ്ഞു. അവിടെ ബലപ്രയോഗത്തിലൂടെ ഒരുമിപ്പിച്ച് നിർത്തിയിരുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങളൊക്കെ സോവിയറ്റുകൾ, യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞിരുന്ന റഷ്യൻ ഐക്യനാടുകൾ എന്ന് പറഞ്ഞിരുന്നത്, അതൊക്കെ ഇൻഡിപെൻഡന്റ് സോവിയറ്റുകളായി. ചൈന അപ്പോഴും ഒരു രാജ്യം എന്നുള്ള നിലയിൽ പിടിച്ചു നിന്നു. പക്ഷെ രാജ്യം എന്നുള്ള നിലയിൽ പിടിച്ചു നിന്നെങ്കിലും ചൈനയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം, ചൈനയിൽ ഇന്ന് സ്വകാര്യ സ്വത്തവകാശം അനുവദിച്ചിരിക്കുന്നു. ചൈനയിൽ ഇപ്പൊ ഈ കേരളത്തിലും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരും പറയുന്ന ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലക്ക് നൽകുന്നതിനെ എതിർക്കുന്ന ആളുകൾ, കമ്മ്യൂണിസം എന്നുള്ള ആശയം കാലഹരണപ്പെട്ടു എന്ന് പറയുന്ന ഇന്നലത്തെ പുതിയ പ്രസ്താവന, ആ പ്രസ്താവനയും തമ്മിൽ ചേർത്തു പോകില്ല. കമ്മ്യൂണിസം കാലഹരണപ്പെട്ടു എന്ന് 40 കൊല്ലം മുമ്പേ, ഏതാണ്ട് 30 കൊല്ലം മുമ്പേ, 80കളുടെ അവസാനവും 90കളുടെ ആദ്യത്തിലും ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞതാണ് ഇന്നലെ ഗോവിന്ദ മാഷ് പറഞ്ഞത്. 30 കൊല്ലം കഴിഞ്ഞു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസം കാലഹരണപ്പെട്ടു എന്ന് തിരിച്ചറിയാൻ. അത് അതേ വാക്ക് ഉപയോഗിച്ച് പറഞ്ഞില്ല എന്ന് മാത്രം. ഈ സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസ് എന്നുള്ള ആശയം, ഈ ആശയം ചൈനയടക്കം ഉപേക്ഷിച്ചു. ചൈനയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. അപ്പൊ കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും വലിയ തലതൊട്ടപ്പന്മാര് എന്ന് പറയുന്ന ആളുകൾ ആ കമ്മ്യൂണിസം നടപ്പാകാത്തതാണ്, അഥവാ നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് സ്വകാര്യ സ്വത്തവകാശം എന്നുള്ള ആശയത്തിലേക്ക് വരുമ്പോ ഇന്ത്യയിൽ ഇവര് ഇപ്പോഴും ഈ സ്റ്റാലിനിസ്റ്റ് യുഗത്തിൽ തന്നെ ജീവിക്കാൻ, അതാണ് ശരിയെന്ന് വിശ്വസിക്കാൻ, അത് തന്നെ ഈ രാജ്യത്ത് എല്ലാവരും നടപ്പിലാക്കണം എന്ന് നിർബന്ധം പിടിക്കുമ്പോ എന്താ അവരുടെ, ഒന്നുകിൽ അവർക്ക് ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അവരുടെ അണികളെ ഇത്രയും കാലം പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്ന കാര്യം അത് കാലഹരണപ്പെട്ടതാണ്, അത് നടപ്പാകാത്തതാണ് എന്ന് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. ഇത് രണ്ടിലൊന്നാണ്. അപ്പൊ അതുകൊണ്ട് ലോകം മുഴുവൻ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അഥവാ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ, ആ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ എന്നുള്ളതിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 1-2 വിവരങ്ങൾ കൂടി അതിന്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ചൈനയിലെ സ്ഥിതിഗതികൾ എടുത്തു നോക്കിയാൽ, ഇപ്പൊ വൈദ്യുതി രംഗത്ത് കേരളത്തിലടക്കം CPM എതിർക്കുകയാണ്. ദേശീയ തലത്തിൽ വന്നിട്ടുള്ള വൈദ്യുത മേഖലയിലെ പരിഷ്കാരം, അതായത് ഉൽപാദനത്തിനും വിതരണത്തിനും വിപണനത്തിനും ഇതിന് പ്രത്യേക കമ്പനികൾ എന്നുള്ള ആശയം, ഈ ആശയം കേരളത്തിൽ നടപ്പിലാക്കാൻ തയ്യാറില്ല. KSEB ഒരുമിച്ച് നിൽക്കും, ഒന്നായിട്ട് നിൽക്കും. ചൈനയിൽ ഈ മാറ്റം വന്നിരിക്കുകയാണ്. ഇപ്പോഴല്ല, ഏതാണ്ട് 10-18 കൊല്ലം മുമ്പേ 2002 ചൈനയിൽ വൈദ്യുതി രംഗത്തെ സർക്കാർ കുത്തക അവസാനിപ്പിച്ചുകൊണ്ട് ഉൽപാദന വിതരണ വിപണന രംഗത്ത്
വിവിധ കമ്പനികൾ രൂപീകരിച്ചത്. കാരണം ഇതൊക്കെ ഈ 90കളിലെ ആഗോളതലത്തിലുണ്ടായിട്ടുള്ള മാറ്റം, ആ മാറ്റത്തിന്റെ തുടർച്ചയാണ്. സംസ്ഥാന ഉടമസ്ഥതയിലുള്ള പവർ കോർപ്പറേഷൻ അതിന് ഉൽപാദനത്തിനുള്ള 5 കമ്പനികളും വിതരണത്തിനുള്ള 2 കമ്പനികളുമായിട്ട് അവരെ അവിടെ മാറ്റം വരുത്തി. അത് മാത്രമല്ല, മറ്റു വിവിധ മേഖലകളിൽ, ഉദാഹരണത്തിന് ചൈനയിലെ ചൈനയില് 1995നും 2001നും ഇടയിൽ, ഈ കാലഘട്ടത്തിലാണ് ഇത് മുഴുവൻ മാറ്റം വന്നത്. 6 വർഷത്തിനിടയിൽ സംസ്ഥാനത്തിന്റെ, രാജ്യത്തിന്റെ ഉടമസ്ഥതയിലുള്ള, ഭരണകൂടത്തിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെ എണ്ണം 1,18,000-ൽ നിന്ന് 47,000 കുറഞ്ഞു. അതിന്റെ ഫലമായിട്ട് 3,60,00,000 തൊഴിലാളികൾ, ആ തൊഴിലാളികൾ അവര് അതുവരെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലെ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളായിരുന്നത് അവര് അങ്ങനെ അല്ലാതായി. ഏതാണ്ട് 15%, നഗരങ്ങളിലെ തൊഴിലാളികളുടെ 15% ഈ പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലെ തൊഴിലാളികളായിരുന്നവർ അല്ലാതായിട്ട് മാറി. അപ്പൊ ഇന്നത്തെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പല കമ്പനികളും, അലിബാബ ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഇ-കോമേഴ്സ് കമ്പനിയാണ്, ചൈനീസ് കമ്പനിയാണ്. ചൈന സർക്കാരാണ് അതിന്റെ ഉടമസ്ഥൻ? അല്ല, അലിബാബയുടെ ഉടമസ്ഥൻ ജാക്മായാണ്. ജാക്മാ എന്ന് പറയുന്ന ചൈനീസ് സംരംഭകത്വത്തിന്റെ ആഗോള മുഖമാണ്. അഥവാ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചൈനീസ് കുത്തക മുതലാളിയാണ്. ഈ കുത്തക മുതലാളി എന്നാണല്ലോ പറയുന്നത്. അദാനി, അംബാനി ഒക്കെ കുത്തക മുതലാളി. ഈ അദാനി, ഈ കേന്ദ്ര സർക്കാർ അദാനിയെ പിന്തുണക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ, എയർപോർട്ട് അദാനിക്ക് കൊടുത്തു എന്ന് പറയുന്ന ആളുകൾ ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് വിഴിഞ്ഞം അദാനിയാണ് നടത്തുന്നത്. കോൺഗ്രസ് ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ചുറ്റും നടക്കുന്നു എന്ന് അറിയില്ല പലപ്പോഴും. രാഹുൽ ഗാന്ധി വയനാട്ടിലെ MP ആണ്. പക്ഷെ വയനാട്ടിലെ കർഷകർ ഈ APMC ആക്ടിന്റെ കീഴിലല്ലാന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയില്ല. അതേപോലെ കേരളത്തിലെ കോൺഗ്രസ് സർക്കാരാണ് അദാനിയെ ക്ഷണിച്ചു വരുത്തി വിഴിഞ്ഞം ഏൽപ്പിച്ചു കൊടുത്തത്. ടെൻഡറിലൂടെ കിട്ടിയതല്ല, അദാനിയെ ക്ഷണിച്ചു വരുത്തിയിട്ടാണ് കൊടുത്തത്. ഇത്ര വലിയ അദാനിയോട് എതിർപ്പുണ്ടായിരുന്നെങ്കിൽ എന്തിനാ ക്ഷണിച്ചു വരുത്തിയത്? ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ എന്നാ പിന്നെ അദാനിയുടെ ആളുകളല്ലേ? ആ ആളുകളെ വെച്ചിട്ടല്ലേ നിങ്ങൾ കോൺഗ്രസ് കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അപ്പൊ അദാനിക്കെതിരായിട്ടുള്ള എതിർപ്പ്, അംബാനിക്കെതിരായിട്ടുള്ള എതിർപ്പ് എന്ന് പറയുന്ന, ഈ കുത്തക മുതലാളിത്തത്തിനോടുള്ള എതിർപ്പ് എന്ന് പറയുന്ന ആളുകൾ, ഈ ചൈനീസ് കമ്പനികള്, അലിബാബ കുത്തക മുതലാളിയാണ്. ഈ കൊമേഴ്സിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഭീമനാണ്. ജാക്മാ എന്ന് പറയുന്ന ചൈനീസ് എന്റർപ്രണർ എന്നാണ് പറയുന്നത്. ദ ഗ്ലോബൽ ഫേസ് ഓഫ് ചൈനീസ് എന്റർപ്രണർഷിപ്പ് എന്നാണ് ജാക്മായെ വിശേഷിപ്പിക്കുന്നത്. ഇ കോമേഴ്സിൽ മാത്രമല്ല, ഉദാഹരണത്തിന് ടെൻസെന്റ് ഈ മെസ്സേജിംഗിലും ഗെയിമിംഗിലും ഒക്കെയുള്ള ആഗോള കമ്പനിയാണ്. അതോടൊപ്പം ഈ നമ്മുടെ ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിനാണ് ബൈദു. ഇതൊക്കെ ചൈനീസ് കമ്പനികളാണ്. ആഗോളതലത്തിൽ അവർ വലിയ കമ്പനികളായിട്ട് മാറിയിട്ടുള്ളത്. ഇതൊന്നും സർക്കാരിന്റെ ഉടമസ്ഥതയല്ല. അപ്പൊ ഇതൊക്കെ ചൈനയിലാകാമെങ്കിൽ ചൈന ഈ സ്വകാര്യ മേഖലയിലേക്ക്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ സ്വകാര്യ മേഖലക്ക് പല രീതിയിൽ അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. ഓപ്ഷൻ, അതായത് ലേലത്തിൽ സർക്കാർ കമ്പനികൾ ആവശ്യമുള്ള ആളുകൾക്ക്, അതായത് സ്വകാര്യ വ്യക്തികൾക്കോ അല്ലെങ്കിൽ വിദേശ വ്യക്തികൾക്കോ ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന തരത്തിൽ ഓപ്ഷൻ നടത്തി ചൈനീസ് കമ്പനികൾ ചൈനയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ വിറ്റഴിച്ചിട്ടുണ്ട്. അതാണല്ലോ കമ്മ്യൂണിസം. ഒന്നുകിൽ അത് കമ്മ്യൂണിസം ആണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്നുള്ളത് ഉപേക്ഷിച്ചത് കൊണ്ടാണ്, നടപ്പാകാത്തത് കൊണ്ടാണ്, കാലഹരണപ്പെട്ടത് കൊണ്ടാണ്, അത് പ്രാവർത്തികമല്ലാത്തത് കൊണ്ടാണ് ചൈന അടക്കം ഈ നിലപാടിലേക്ക് പോയത്. അപ്പൊ ചൈന പുരോഗതിയിലേക്ക് നീങ്ങാൻ
ഈ മാർഗങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇന്ത്യ പുരോഗതിയിലേക്ക് നീങ്ങരുത് എന്നുള്ളത് കൊണ്ടാണോ CPM ഈ നിർബന്ധം പിടിക്കുന്നത്? അതായത് എല്ലാം പൊതുമേഖലയിൽ തന്നെ തുടരണം. നമ്മുടെ KSRTCയുടെ സ്ഥിതി നമുക്കറിയാം. പൊതുമേഖല എന്ന് പറഞ്ഞാൽ KSRTC ആണ്. ഓരോ കൊല്ലവും നഷ്ടം വരുത്തുക, സർക്കാർ അതിനു വേണ്ടിയിട്ട് പണം കടമെടുക്കുക, ശമ്പളം കൊടുക്കാൻ പറ്റാതിരിക്കുക, പെൻഷൻ കൊടുക്കാതിരിക്കുക, ഇതാണോ വേണ്ടത്? അതേസമയത്ത് നാട്ടിൽ എത്രയോ ട്രാൻസ്പോർട്ട് കമ്പനികൾ ലാഭത്തിൽ നടക്കുന്നു. എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മറ്റു കമ്പനികളൊക്കെ, ട്രാൻസ്പോർട്ട് കമ്പനികൾ വളരെ ലാഭത്തിൽ നടക്കുമ്പോ KSRTC ലാഭത്തിൽ നടക്കുന്നില്ല? അപ്പൊ അതിനർത്ഥം ആ മോഡലിലുള്ള തകരാറാണ്, ആ മാനേജ്മെന്റ് മോഡലിലുള്ള തകരാറാണ്. അതിനെ മാറ്റം വരുത്തുക എന്നുള്ളത് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആ കിട്ടുന്ന പണം, ഉദാഹരണത്തിൽ നമ്മുടെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും പണ്ട് രൂപീകരിച്ചപ്പോ ഏക്കർ കണക്കിന് ഭൂമി, ആ ഭൂമി എക്വയർ ചെയ്തിട്ടുണ്ട്. ആ എക്വയർ ചെയ്ത ഭൂമിയിൽ ചെറിയൊരു അംശം സ്ഥാപനം നടത്തുന്നു, ബാക്കി ഭൂമി വെറുതെ കിടക്കുക. ആ ഭൂമി അവിടെ വെറുതെ കിടക്കുന്നതിന് പകരം അത് മറ്റേതെങ്കിലും സംരംഭങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ ഉപയോഗിക്കുന്നു എന്നിരിക്കട്ടെ. അത് സ്വകാര്യമോ അല്ലെങ്കിൽ സർക്കാർ ഉടമസ്ഥതയിലോ എങ്ങനെ വേണമെങ്കിലും ആവട്ടെ. അതുകൊണ്ട് ഈ നാട്ടിൽ പ്രയോജനം ഉണ്ടാവില്ലേ? അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ സംഭവിക്കുക, നമ്മളിപ്പോ എയർ ഇന്ത്യയിൽ സംഭവിക്കുന്നത് പോലെ, എയർ ഇന്ത്യക്ക് ഓരോ വർഷവും നഷ്ടത്തിലായിരുന്നു. പക്ഷെ എയർ ഇന്ത്യക്ക് നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന നികുതി പണത്തിലൂടെ കിട്ടുന്ന കേന്ദ്ര സർക്കാരിന്റെ വരുമാനം, ആ വരുമാനമാണ് നഷ്ടത്തിലോടുന്ന എയർ ഇന്ത്യ മുന്നോട്ട് നടത്താൻ ഉപയോഗിച്ചിരുന്നത്. ഒരു തവണ ഈ ഒരു 3-4 വർഷം മുമ്പ് ശ്രീ അരുൺ ജെയ്റ്റ്ലി ധനകാര്യമന്ത്രിയായിരുന്ന കാലത്ത് എയർ ഇന്ത്യയുടെ സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ എയർ ഇന്ത്യ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചപ്പോ അതിനെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൽ എല്ലാവരും ഈ പൊതുമേഖലയിൽ എല്ലാം വേണം എന്നുള്ള, എല്ലാം പൊതുമേഖലയിൽ വേണം എന്നുള്ള പൊതു സമീപനമുള്ള ആൾക്കാരാണ്. അതില് എന്താ CPM അല്ലാത്തവർ എന്നുള്ള വ്യത്യാസമില്ല. അപ്പൊ അങ്ങനെ കേരളത്തിലെ നമ്മുടെ ദേശീയ ബോധമുള്ള തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ആളുകൾ കാണാൻ പോയപ്പോ ഞാനും കൂടെ പോയി. അപ്പൊ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു, ഓരോ കൊല്ലവും എയർ ഇന്ത്യ വരുത്തുന്ന നഷ്ടം, ആ നഷ്ടം ഇല്ലാതാക്കിയാൽ ഒരു 5 ജില്ലകളിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള പണം കിട്ടും. നമ്മുടെ ആരോഗ്യ മേഖല, നമ്മുടെ പശ്ചാത്തല വികസനത്തിന്റെ മേഖല, ഇതുപോലെയുള്ള വിവിധ മേഖലകളിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള സർക്കാർ, നരേന്ദ്രമോദിജി അതൊരു തവണ പറഞ്ഞു, ദ ഗവൺമെന്റ് ഹാസ് നോ ബിസിനസ് ടു ബി ഇൻ ബിസിനസ്. ഗവൺമെന്റിന്റെ ജോലി ഈ കമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ നടത്തലല്ല. കമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പണം, ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിൽ അടിസ്ഥാന മേഖലയിൽ ഉണ്ടാകേണ്ട വികസനം, ഉദാഹരണത്തിന് എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക, എല്ലാവർക്കും പാർപ്പിടം സൃഷ്ടിക്കുക, എല്ലാവർക്കും വേണ്ടി റോഡുകൾ ഉണ്ടാക്കുക, എല്ലാവർക്കും വൈദ്യുതി ലഭ്യമാക്കുക, ഇതൊക്കെയാണ് ഒരു സർക്കാരിന്റെ ചുമതല. ഇത് ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള പണമാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് പണ്ട് മോഡേൺ ബ്രെഡ് ഫാക്ടറി ഉണ്ടായിരുന്നു. ഇപ്പോഴുണ്ടോന്ന് എനിക്കറിയില്ല. ഈ മോഡേൺ ബ്രെഡ്, നമ്മുടെയൊക്കെ ഇവിടുത്തെ എത്രയോ ബേക്കറിക്കാർ ബ്രെഡ് ഉണ്ടാക്കുന്നു. ഈ ബേക്കറിക്കാർക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഇതിന് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും ഓഫീസർമാരാണ്. സർക്കാരാകുമ്പോഴുള്ള ഗുണം പ്രത്യേകത എന്ന് വെച്ചാല് ഒരാളും തൊഴിലാളിയല്ല, എല്ലാവരും ഓഫീസർമാരായിട്ടാണ്. ഓഫീസർമാരെന്ന് പറയുമ്പോ ഓഫീസർ മനോഭാവം, വരുന്ന സാധാരണക്കാരനോട് ഞാനാണ് ഇവിടെ ഭരിക്കുന്നത്, നീ എന്റെ സൗജന്യത്തിന് വേണ്ടി വന്നവനാണ് എന്നുള്ള സമീപനം എടുക്കുന്ന ആ സമീപനത്തിനാണ് ഞാൻ ഓഫീസർ എന്ന് പറയുന്നത്. അല്ലാതെ വേറൊരു അർത്ഥത്തിലല്ല. ജയമണി സാറും ഓഫീസറായിരുന്നു, അതുകൊണ്ടല്ലേ ഫൈനാൻസ് ഓഫീസറായിരുന്നു. ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞ ഈ മനോഭാവമാണ് അതിന്റെ ആവശ്യകത. അതിനു വേണ്ടിയിട്ട് മോഡേൺ ബ്രെഡ് ഫാക്ടറി നമ്മുടെ എടപ്പള്ളിക്കും കലൂരിനും ഇടയിൽ നാഷണൽ ഹൈവേ, വളരെ കമേഴ്ഷ്യലി ഇത്രയധികം വിലപിടിപ്പുള്ള ഒരു സ്ഥലം, ആ സ്ഥലത്താണ് മോഡേൺ ബ്രെഡ് ഫാക്ടറി ഉണ്ടായിരുന്നത്. ആ പണം, ആ ഭൂമി വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഈ നാട്ടിൽ എത്ര ഈ പറഞ്ഞ സാധാരണക്കാരന് പ്രയോജനപ്പെടുന്ന മേഖലയിൽ പ്രയോജനപ്പെട്ടേനും. അതുകൊണ്ട്
ഇത്തവണ ബജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതാണ്. ബജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സർക്കാർ അത്യാവശ്യമുള്ള രംഗത്ത് മാത്രം, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഊന്നൽ കൊടുക്കുക സർക്കാർ. മറ്റു മേഖലകളിൽ വിപണനം, വ്യാപാരം, ഇത്തരം മേഖലകളിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുക. അതിൽ നിന്ന് സർക്കാർ നടത്തേണ്ട ആവശ്യമില്ല. വിമാന കമ്പനി നടത്താൻ സർക്കാർ വേണമെന്ന് എന്താ നിർബന്ധം? ഇതിപ്പോ ഇൻഡിഗോ ഉണ്ട്, സ്പൈസ് ജെറ്റ് ഉണ്ട്, ധാരാളം കമ്പനികൾ ഇപ്പോൾ ഉണ്ട്. അവർക്കൊക്കെ വിമാനം വാടകയ്ക്ക് എടുത്തിട്ടോ സ്വന്തമായിട്ട് വാങ്ങിയിട്ടോ ഒക്കെ നടത്താൻ കഴിവുണ്ടെങ്കിൽ എന്തിന് എയർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ഥാപനം നടത്തണം? അവര് സ്വന്തം നിലയിൽ നടത്തി ലാഭവും നഷ്ടവും ഇല്ലാത്ത രീതിയിലോ ലാഭം ഉണ്ടാക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിലോ നടക്കുന്നൊന്നിരിക്കട്ടെ, വിരോധമില്ല. ഈ ലാഭത്തിന്റെ കണക്ക് പറയുമ്പോഴും ഉണ്ട് വേറെ കാര്യം. ചില സ്ഥാപനങ്ങളെ കുറിച്ച് പറയുന്നത് ഇത് ലാഭത്തിലാണ്, പിന്നെന്തിനാ ഇതിനെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ലാഭത്തിലാണ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ മേഖലയിലുള്ള ഒരു സ്ഥാപനം ഇതേപോലെയുള്ള ഒരു സ്ഥാപനം വരുത്തുന്ന ലാഭവും പൊതുമേഖലാ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം ഉണ്ടാക്കുന്ന ലാഭവും, ഈ ലാഭം തമ്മിലുള്ള താരതമ്യം ഉണ്ടാവണം. ഈ ലാഭത്തിന് വേണ്ടിയിട്ട് സർക്കാർ നടത്തിയിട്ടുള്ള മുടക്കുമുതലിനെ കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തണം. അപ്പൊ ഈ ഒരു തലത്തിൽ ഇതിനെ വിലയിരുത്തിക്കൊണ്ടാണ് ഇത് പ്രയോജനപ്രദമായിട്ടുള്ളതാണോ, നാട്ടിന് ഉള്ള പ്രയോജനമാണോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള നയം, ഈ ബജറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഈ നാട്ടിലെ നികുതി ദായകന്റെ പണം, ആ പണം പൊതുമേഖലാ സ്ഥാപനങ്ങളിലൂടെ നികുതിദായകന് അവന്റെ പണം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിന് പകരം ആ നികുതി പണം ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ അടിസ്ഥാന മേഖലയിൽ റോഡുകൾ, കുടിവെള്ളം, അതുപോലെ വീടുകൾ, ജലസേചന സൗകര്യങ്ങൾ, കാർഷിക മേഖല, ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രയോജനപ്പെടുത്താൻ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, വൈദ്യുതി ഉൽപാദന മേഖല, ഇതുപോലെയുള്ള മേഖലകളിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടിയിട്ടുള്ള ഒരു സമീപനം, ആ സമീപനം ഈ ബജറ്റിന്റെ ഭാഗമാണ്. ഇത് ഞാൻ വിശദീകരിച്ചു പറയാൻ കാരണം, നമ്മൾ ഈ ഇരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഇത് എങ്ങനെ ന്യായീകരിക്കും, ഇത് ശരിയാണോ തെറ്റാണോ എന്നടക്കം സംശയമുള്ള ധാരാളം ആളുകൾ. കാരണം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, HMT ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ്, HMT വാച്ച് ഉണ്ടാക്കുക. വാച്ചുകൾ ഉണ്ടാക്കാൻ ഈ നാട്ടിൽ എത്രയോ കമ്പനികൾ. വാച്ച് ഉണ്ടാക്കാൻ എന്തിനാ സർക്കാരിന്റെ ഉടമസ്ഥതയിൽ നികുതിദായകന്റെ പണം ഉപയോഗിച്ചിട്ട് ഒരു കമ്പനി? അപ്പൊ അതിനെ ശരിയാണ്, തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ സുരക്ഷിതത്വം വരണം. സർക്കാരിന്റെ ജോലി ഒരു റെഗുലേറ്ററുടെ ജോലിയാണ്, ഒരു ഉൽപാദകന്റെ ജോലിയല്ല. സർക്കാരിന്റെ ജോലി അതാണ്, സർക്കാരിന്റെ ഉത്തരവാദിത്വം അതാണ്. സർക്കാർ ഈസ് നോട്ട് എ പ്രൊഡ്യൂസർ, ഇറ്റ് ഈസ് എ റെഗുലേറ്റർ. അതുകൊണ്ടാണ് ഈ ബജറ്റിൽ ആരുടമസ്ഥതയിലാണെങ്കിലും, പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പണ്ട് വന്നു, ഇങ്ങനെ കച്ചവടത്തിലാണ് വന്നത്, അവര് നമ്മുടെ രാജ്യം പിടിച്ചടക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലം കഴിഞ്ഞു. ഇന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയല്ല, ഇന്ന് ജനാധിപത്യപരമായിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു ജനാധിപത്യ ഭരണകൂടമാണ് രാജ്യം ഭരിക്കുന്നത്. ഈ നാടിന്റെ സുരക്ഷിതത്വവും ഈ നാടിന്റെ അഖണ്ഡതയും ഈ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ പ്രതിബദ്ധമായിട്ടുള്ള ഒരു സർക്കാർ, അത് നരേന്ദ്രമോദി സർക്കാർ എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്. 1947 മുൻപ് ഒരുപക്ഷെ നാട്ടുരാജാക്കന്മാരുടെ കാലത്ത്, അല്ലെങ്കിൽ ചില ആളുകൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന അതിനോട് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തെ താരതമ്യം ചെയ്യുന്ന ആളുകൾ ഈ രാജ്യത്ത് വന്നിട്ടുള്ള മാറ്റം, ആ മാറ്റത്തെ അംഗീകരിക്കാത്തവരാണ്. ഇന്ന് ലോകത്തിന്റെ മുന്നിൽ സാമ്പത്തിക മേഖലയിലാണെങ്കിലും മറ്റേത് മേഖലയിലാണെങ്കിലും ആ മേഖലയിലൊക്കെ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ന് ഇന്ത്യ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ന് ലോക നേതാക്കന്മാരിൽ ഒരാളാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പലപ്പോഴും പ്രതിപക്ഷത്തിന്റെ വിമർശനം ഒരു വശത്തുണ്ടാവും, പക്ഷേ
നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് 135 കോടി ജനങ്ങളുടെ നേതാവാണ്. ആ 135 കോടി ജനങ്ങൾ എന്ന് പറയുന്നത് ലോക ജനസംഖ്യയുടെ 1/6. ആ ലോക ജനസംഖ്യയുടെ 1/6 വരുന്ന ഒരു നേതാവ്, ആ ജനവിഭാഗത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് ലോകത്തിലെ ഒരു രാജ്യവും അംഗീകരിക്കാത്ത ഒരു സാഹചര്യമില്ല. നമ്മൾ എതിർക്കും, പക്ഷേ എതിർക്കുമ്പോഴും ഇന്ത്യ എന്നുള്ള രാജ്യത്തെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളും നമ്മളോട് ഇടപെടുന്നുള്ളൂ. ആ ഒരു അംഗീകാരം ഉള്ള സാഹചര്യത്തിൽ ആ അംഗീകാരമുള്ളത് മനസ്സിലാക്കാതെ അതിനെ അംഗീകരിക്കാതെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതുപോലെ പല വിദേശ കമ്പനികൾക്ക് ഇപ്പോ ഇൻഷുറൻസ് മേഖല 74% FDI നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. ഈ ഗവൺമെന്റ് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻഷുറൻസ് മേഖലയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഇൻഷുറൻസ് മേഖലയിൽ ഈ നാട്ടിലെ സാധാരണക്കാരന് അവൻ പോളിസി എടുക്കുന്ന പ്രീമിയം അടച്ചിട്ടുള്ള പോളിസി നാളെ അത് കിട്ടാതായി പോകുമെന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനെ കബളിപ്പിക്കലാണ്. ഈ പഞ്ചാബിലെ സമരത്തെ കുറിച്ച് പഞ്ചാബിലെ കർഷകരോട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഭൂമി നഷ്ടപ്പെടുന്നതാണ്. അത് പറഞ്ഞിട്ടാണ് ആൾക്കാരെ കൊണ്ടുവന്നത്. അത് വന്നപ്പോ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഒരു മെമ്പർ പ്രസംഗിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഇത് ആദ്യമല്ല. പഞ്ചാബിലെ കർഷകരോട് പണ്ട് ഈ ബക്രാനങ്കൽ അണക്കെട്ട് വന്നപ്പോ അന്ന് ആ അണക്കെട്ടിനെ എതിർത്ത ആൾക്കാർ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടുന്ന വെള്ളം അത് ബക്രാനങ്കൽ അണക്കെട്ടിലൂടെ വൈദ്യുതി ഊറ്റിയെടുത്തതിന് ശേഷമുള്ള വെള്ളത്തിൽ ഊർജ്ജം ഉണ്ടാവില്ല എന്നാണ്. ആ വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ വേണ്ടത്ര കൃഷി നിങ്ങൾക്ക് അതില് വേണ്ടത്ര നെല്ല് വിളയില്ല, വേണ്ടത്ര ഗോതമ്പ് വിളയില്ല. കാരണം ഊർജ്ജം എടുത്തു കളഞ്ഞില്ല, ഇലക്ട്രിസിറ്റി എടുത്തു കളഞ്ഞ വെള്ളം. ഇങ്ങനെ പറഞ്ഞ് കബളിപ്പിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും LIC-ക്കാര് FDI വന്നു കഴിഞ്ഞാൽ LIC-യിൽ പ്രീമിയം അടച്ച് പോളിസി എടുത്തിരിക്കുന്ന ആളുകൾക്ക് നാളെ വിദേശ കമ്പനികൾ പോളിസിയുടെ പണം കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഗവൺമെന്റ് ഇല്ലേ, ഈ രാജ്യത്തെ നിയമങ്ങളില്ലേ, അതിന്റെ എല്ലാം ഉപഭോക്താക്കൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള FDI ആണ് അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തൊഴിലാളികൾക്ക് ആശങ്ക ഉണ്ടാക്കിക്കൊണ്ട് ഉള്ള ചില പ്രചരണങ്ങളുണ്ട്. ചില തൊഴിലാളികൾക്ക് കാരണം യൂണിയൻ നേതാക്കന്മാർക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല, അങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ സർക്കാർ സംവിധാനത്തിലുണ്ട്. കാരണം ബാക്കി എല്ലാവരും പണിയെടുക്കണം. നേതാക്കന്മാരായിട്ടുള്ള പേര് കൊടുത്തിട്ടുള്ള 5 ആളുകൾക്ക് അവർ ജോലിയിൽ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. ഒരുപക്ഷെ സ്വകാര്യ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ അതെത്ര നടക്കുവോ ഇല്ലയോ എന്നുള്ള ആശങ്ക കൊണ്ടായിരിക്കാം ഒരുപക്ഷെ തൊഴിലാളികളുടെ ഇടയിൽ ഈ ആശങ്ക ഉണ്ടാക്കാൻ നേതാക്കന്മാർ ശ്രമിക്കുന്നത്. അതല്ലാതെ സാധാരണക്കാരന് ഇതുകൊണ്ട് എന്താ ബുദ്ധിമുട്ട്? അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു കാര്യം, ഈ വസ്തുത, ഈ നാട്ടിൽ പുതിയ റോഡുകൾ, അതുപോലെ വിവിധ മേഖലകൾ, ഈ മേഖലകളിലൊക്കെ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഈ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് അതിന് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒരു ബജറ്റ്, ആ ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ കോവിഡിനെ ഫലപ്രദമായിട്ട് നേരിട്ടു ഈ രാജ്യം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ കേരളത്തിൽ ഉൾപ്പെടെ പ്രതിപക്ഷം നരേന്ദ്രമോദി കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ പരാജയമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതൊക്കെ പ്രചരണത്തിൽ പറയും. പക്ഷെ പാർലമെന്റിനകത്ത് ഇതൊന്നുമല്ല പറയുന്നത്. ഞാൻ അതുകൊണ്ട് പാർലമെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം കൂടി ഞാൻ ഒറ്റ ഒരു വരി കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇപ്പൊ ഈ അടുത്ത ദിവസം പാർലമെന്റിന്റെ 2 കമ്മിറ്റികൾ ഈ കോവിഡ് പ്രതിരോധത്തെ കുറിച്ച് പരിശോധിച്ചത് ഒന്ന് ഈ ആഭ്യന്തര വകുപ്പിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആനന്ദ് ശർമ്മയാണ്. ആനന്ദ് ശർമ്മ എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാവ്, രാജ്യസഭയിൽ കോൺഗ്രസിന്റെ ഉപനേതാവ്. ആരോഗ്യ മേഖലയുടെ കമ്മിറ്റി ഉണ്ട്, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രൊഫസർ രാം ഗോപാൽ യാദവ് എന്ന് പറയുന്ന രാജ്യസഭയിൽ തന്നെയുള്ള സമാജ്വാദി പാർട്ടിയുടെ നേതാവ്. ഈ കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ ആരാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആരോഗ്യ വകുപ്പിന്റെ കമ്മിറ്റിയിലുള്ള ബഹുമാന്യനായിട്ടുള്ള ശ്രീ AK ആന്റണി, CPM നേതാവായിട്ടുള്ള ശ്രീ സോമപ്രസാദ്, ലോക്സഭയിൽ കോൺഗ്രസിന്റെ മെമ്പറായിട്ടുള്ള ശ്രീമതി രമ്യ ഹരിദാസ്, നമ്മുടെ ഇപ്പൊ രാജിവെച്ച കുഞ്ഞാലിക്കുട്ടി,
പിന്നെ അടൂർ പ്രകാശ്, ഇത്രയും മലയാളികളുണ്ട്. ഈ മലയാളികളൊക്കെ ഉണ്ടായിട്ട് ഈ പുറത്ത് നടത്തുന്ന വിമർശനം, ഈ വിമർശനത്തിനെ പുറത്തു നടത്തുന്നു. പക്ഷേ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അത് എഴുതി കൊടുത്തതെന്ന് The committee appreciates the PM's call for Jan Andolan against pandemic. Committee agrees that pandemic COVID-19 can be contained and controlled by adhering to COVID appropriate behavior across the country, and therefore each state government must make their best efforts to live up to the objective of the Jan Andolan. എന്ന് പറഞ്ഞാല് ഈ ലോക്ക്ഡൌണിനെയൊക്കെ എതിർത്തല്ലോ കോൺഗ്രസും CPM ഒക്കെ. 4 മണിക്കൂർ മാത്രം കൊടുത്തിട്ട് എങ്ങനെയാ ലോക്ക്ഡൌൺ നടപ്പിലാക്കിയത്? പക്ഷെ പ്രധാനമന്ത്രി ജനങ്ങളുടെ പിന്തുണയോടുകൂടി, ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി നടത്തിയ കോവിഡ് പ്രതിരോധത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. പറഞ്ഞിരിക്കുന്നത് AK ആന്റണിയും സോമപ്രസാദും കുഞ്ഞാലിക്കുട്ടിയും അടൂർ പ്രകാശും ഒക്കെയാണ്. പാർലമെന്റ് എഴുതി കൊടുത്ത സ്ഥാനം, ഞാൻ ഈ എഴുതി കൊടുത്ത സ്ഥാനത്താണ് വായിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ പ്രധാനമന്ത്രി ആത്മനിർഭർ സ്വസ്ഥ ഭാരത് യോജന, അതിനെക്കുറിച്ച് ഇറ്റ് ഈസ് എൻ ambitious program of the government that encompasses vital components to consolidate and enrich health infrastructure in the country. ഈ രാജ്യത്ത് ആരോഗ്യ മേഖലയുടെ പശ്ചാത്തല വികസനം, അതിനു വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും നടത്താൻ അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഇത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ പുറത്ത് പ്രസംഗിക്കുന്നത് വേറെയാണ്, അകത്ത് പറയുന്ന കാര്യങ്ങൾ വേറെയാണ്. ഈ ആരോഗ്യ വകുപ്പിന്റെ കമ്മിറ്റി, അതിലും വലിയ വലിയ നേതാക്കന്മാരുണ്ട്. ഞാൻ കേരളത്തിലെ നേതാക്കന്മാരാരും അതിലില്ല, ആകെ 20 ആൾക്കാരല്ലോ, അതുകൊണ്ട് അതിൽ അവർക്ക് സ്ഥലം കിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നത്, ആ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്, the committee appreciates the efforts made by the government for the management of COVID-19 pandemic and understands that the primary effect of nationwide lockdown was to have a uniform set of regulations. ഈ ലോക്ക്ഡൌണിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള ആനന്ദ് ശർമ്മ ചെയർമാനായിട്ടുള്ള കമ്മിറ്റി, ആഭ്യന്തര വകുപ്പിന്റെ കമ്മിറ്റി, ആ കമ്മിറ്റി പാർലമെന്റിൽ ഈ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ, ഈ ബജറ്റിനെ എതിർക്കുന്ന ആളുകൾ, ഈ പുറത്ത് നടക്കുന്ന വിമർശനം, ആ വിമർശനം വസ്തുതയല്ല എന്ന് അവർക്ക് തന്നെ അറിയാം. നാളെ പാർലമെന്റിനകത്തുള്ള ഇതുപോലെയുള്ള പല വേദികളിൽ അവർ തന്നെ ഇതിനെ പിന്താങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയം വേണ്ട. അതുകൊണ്ട് നമുക്ക് ഈ പുറത്തുള്ള വിമർശനം, ആ വിമർശനം അവരുടെ ഒരു രാഷ്ട്രീയ ധർമ്മമാണ് എന്ന് അവർ കരുതുന്നത് കൊണ്ട്, കാരണം പ്രതിപക്ഷത്തായതുകൊണ്ട് വിമർശിക്കാനേ പാടുള്ളൂ എന്നുള്ള ഒരു ധാരണയിൽ ചെയ്യുന്നതാണ് എന്ന് മാത്രം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അഭിപ്രായം.